ബോച്ചെ 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 ബോച്ചെ. നോക്കൂ, ബോച്ചയെ പിന്തുണക്കുന്ന ഇത്രയും നല്ലവരായ ജനങ്ങളെ കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. ബോച്ച ഒരു നിഷ്കളങ്കനാണ്. ബോച്ച ഒരു രസികനാണെന്നൊക്കെ പറയാം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അപ്പപ്പോൾ തോന്നുന്ന ഓരോ നർമ്മരസം അദ്ദേഹം വാക്കിലൂടെ പ്രവർത്തിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. ജനങ്ങളെ ഒന്ന് കയ്യിലെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ജനങ്ങളെക്കുറിച്ച് ചിരിപ്പിക്കാനുള്ള അദ്ദേഹം കാണിക്കുന്ന ആ വേഗത ആയിരിക്കാം, പക്ഷേ അതിന് ഇത്രമാത്രം വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. നോക്കൂ, ഇതുപോലെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നോക്കൂ. ഇല്ല. പിന്നെ അദ്ദേഹം ആ നടിയുടെ ഡ്രസ് കോഡ്, ഇവിടെ കുറേ മാന്യന്മാർ പറയുന്നുണ്ട് കേരളത്തിൽ പ്രത്യേക ഡ്രസ് കോഡില്ല എന്ന്. കേരളത്തിലെ പ്രത്യേക ഡ്രസ് കോഡ് ആവശ്യമില്ല, പക്ഷേ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ളൊരു ഡ്രസ് കോഡ് കേരളത്തിലുണ്ട്. അതറിയാത്ത മാന്യന്മാർ പോയി അറിഞ്ഞിട്ട് വരിക. ആ നടിയുടെ വസ്ത്രധാരണം കംപ്ലീറ്റ് മറ്റുള്ള ആണുങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് ആ നടിയുടേത്. ഈ നടി ഉദ്ഘാടനത്തിന് വരുമ്പോൾ വീട്ടിലിരിക്കുന്ന ഓരോ ഭാര്യമാരും ഈ നടിയെ തെറി വിളിക്കാറുണ്ടെന്ന് ആ ഭാര്യമാരോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. കാരണം ഇവരുടെ ഉദ്ഘാടനം കാണാൻ പോകുന്ന ഓരോ ഭർത്താക്കന്മാരും ഈ നടിയുടെ ത്രസിപ്പിക്കുന്ന തുടിപ്പിക്കുന്ന ആ ശരീരഭാഗങ്ങൾ കാണാനാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികം ഭാര്യമാർ വെറുതെ ഇരിക്കുമോ? ചിന്തിക്കണം. ഇവരെ പറ്റി ഒരു ഹൗസ് വൈഫ്, അതായത് ഒരു ഭാര്യ പറയുന്നത് എനിക്ക് നാണക്കേട് തോന്നിയിട്ടുണ്ട്. ഈ വീഡിയോ ആങ്കറാണെന്ന് തോന്നുന്നു, സിനിമ നടിയോ, ഒരു പിങ്ക് ബ്രായ ഇട്ടുകൊണ്ട് ഇങ്ങനെ ടക്ക് ടക്ക് ടക്കെ നടക്കുന്നത്. ഞാനിതിൽ എന്റെ മോളെ കാണിച്ചു കൊടുത്തു. ഒരുത്തൻ വന്ന് വീഡിയോ എടുക്കുന്നു, അതിന്റെ പുറകിൽ വേറെ മീൻ ക്യാമറാമാൻ ഉണ്ട്. അവൻ അവളുടെ ബ്രസ്റ്റിന്റെ ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ഞാൻ കാണുന്നു. ആ വീഡിയോ യൂട്യൂബിൽ കാണാം. എടുത്ത് വീഡിയോ ചെയ്യാ, എടുത്തോണ്ടിരിക്കുക, വീഡിയോ എടുത്തോണ്ടിരിക്കുക. കേട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബോച്ചെ എന്ന ഒരു മഹത് വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാൾക്കൊരു മാനുഷിക പരിഗണന കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ചെറിയൊരു പെറ്റി കേസ്, ജസ്റ്റ് ഒരു മാപ്പ് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിനെ പിടിച്ചിട്ട് അയാളെ അകത്തിടേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ബോച്ച പുറത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു.